പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു വീഡിയോ അയച്ചു തന്നു. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഒരു കാലത്ത് സംഭവിച്ചുകൊണ്ടിരുന്നതാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. അതായത് ഞാനൊരു തികഞ്ഞ മദ്യപാനി ആയിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ സംഭവിച്ചിരുന്ന ഒരു കാര്യം ഒരു വിഷ്വലായി കണ്ടു കഴിഞ്ഞപ്പോൾ അത് നിങ്ങളുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നമുക്ക് എന്തായാലും ഒന്ന് കാണാം. വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ഫോൺ എടുത്ത് മാറ്റി വെക്കിയപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, നിർമ്മലതങ്ങളുടെ കോട്ടയെ, സ്വർണ്ണാലയമേ, വാഗ്ദാനത്തിന്റെ പേടകമേ, സ്വർഗത്തിന്റെ വാതിലേ. അയ്യോ, കോഴിക്കോട് അടച്ചില്ല. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ചെയ്തിട്ടുള്ള ഫലമായി ാവുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ നന്മാറിഞ്ഞാറിയമേ സുസ്ഥി കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ചെയ്തിട്ടുള്ളാവുന്നു. നന്മാറിഞ്ഞാറിയമേ സുസ്ഥി കർത്താവ്. എന്റെ പപ്പയെ ഞാനൊന്ന് ചെല്ലി തീർത്തോട്ടെ, എന്തിനാ ഈ സ്പീഡിൽ പോണേ? പരിശുദ്ധമറിയമേ നന്മാറിഞ്ഞാറിയമേ സുസ്ഥി. എത്രയും നീളം മാതാവ് നിന്റെ സംഗീതത്തിലാണ് കർത്താവേ ചോറ് തിളച്ചു. പറയുമേ തമ്പുരാന്റെ മേ ഭാവിയിലായി ഞങ്ങൾക്ക് വേണ്ടി പോയി ഞാൻ ലോക സമയത്ത് പിതാവിനും പുത്രനും എങ്ങോട്ടെ പിതാവിനൊക്കെ ചൊല്ലിയിട്ട് ഇവിടെ എല്ലാവരും കൊന്തയുണ്ട്, എട്ടണമായിട്ടുള്ളൂ, ചിലരെണ്ണം കൂടെ. വിശുദ്ധ പൗലോസിലെ എയർഫോഴ്സുകാർക്ക് എഴുതിയ ലേഖനം. എയർഫോഴ്സ് അല്ലടാ, എഫേസോസ്. ഒരു പരിധിയുള്ള കത്തോലിക്കരുടെ ഭവനത്തിൽ ഇന്ന് നടക്കുന്ന ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥന ഏകദേശം ഈ ഒരു പ്രഹസനം പോലെ തന്നെയല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ പലയിടത്തും ഒരുപക്ഷെ തികഞ്ഞ വിശ്വാസിയായ മറ്റു പലരുടെയും ഭവനത്തിൽ ഇങ്ങനെ ആയിരിക്കില്ല. നല്ല രീതിയിൽ ജപമാല ചൊല്ലുന്നുണ്ടായിരിക്കാം. എങ്കിലും അനേക ഭവനങ്ങളിൽ ഇതിന് സമാനമായ രീതിയിലാണ് നടക്കുന്നത്. ഒരു പൊതുവേദിയിൽ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഇങ്ങനെ ആരാണ് ആക്കിയത്? ഈ തരത്തിലേക്ക് ആരാണ് നമ്മുടെ വിശ്വാസത്തെ വഴിതെറ്റിച്ചു വിട്ടത് എന്നുകൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് ഇത്തരത്തിൽ നമ്മളൊന്ന് ഓർപ്പിക്കുക. നമ്മുടെ വീഡിയോയിൽ വന്നൊരു കമൻ്റ് ഉണ്ട്, ഒരു തോമസ് ചേട്ടൻ പറഞ്ഞത്, നീ എന്നാ പറഞ്ഞാലും സാത്താൻ്റെ സന്തതിയാണ്. അപ്പോൾ നമ്മൾ സാത്താൻ്റെ സന്തതിയാണ്. നമ്മൾ വചനം എടുത്ത് തെളിവ് വെച്ചാലും ചരിത്ര പുസ്തകങ്ങൾ എടുത്ത് തെളിവ് വെച്ചാലും നമ്മളിപ്പോൾ സാത്താൻ്റെ സന്തതിയാണ്. മറ്റൊരാൾ, ഒരു ഗുരുജി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമൻറ്റ്, ജപമാല എന്താണെന്നോ അതിൻ്റെ മഹത്വം എന്താണെന്നോ അറിയാത്ത അനിയ, നിങ്ങൾ ജപമാലയിലെ വചനങ്ങളൊന്ന് കേട്ടു നോക്ക്, എന്നിട്ട് കുറ്റം വിധിക്കുക. ബൈബിൾ വചനങ്ങളാണ് അത് മുഴുവൻ. യേശുവിൻ്റെ ജനനം, പരസ്യജീവിതം, പീഡാസഹനം, മരണം, ഉയർപ്പ് ഇവ ധ്യാനിക്കുന്നുണ്ട്. ഏതാണ്ട് 800 വർഷമായി ജപമാല പ്രാർത്ഥന ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. തന്നെ പോലെയുള്ളവരെ വിവരം കെട്ട സന്ദേശങ്ങൾ കത്തോലിക്കരെ യേശുവിൽ നിന്ന് അകറ്റി അവർ നിരീശ്വരവാദത്തിലേക്കും പാപത്തിൻ്റെ വഴിയിലേക്കും പോകാൻ കാരണം താനും സാത്താനും ഒരു പണിയാണ് ചെയ്യുന്നത്. തൻ്റെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നവരെ സമ്മതിക്കണം. ഇതാണ് നമ്മുടെ ഗുരുജി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് ഈ പറയുന്ന യുവതലമുറയെ ഇത്തരം വിശ്വാസ ആചാരങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ എത്രത്തോളം ഇവരെ സംരക്ഷിക്കാൻ പറ്റി, എത്രത്തോളം ഈ വിശ്വാസം നമ്മുടെ ഭവനങ്ങളിൽ സംരക്ഷിക്കാൻ പറ്റി. നമ്മുടെ പല ഭവനങ്ങളിലെയും സന്ധ്യാപ്രാർത്ഥനകൾ നമ്മളിപ്പോൾ കേട്ടതിൽ നിന്നും വ്യത്യസ്തമല്ല, ഇതിന് സമാനം തന്നെയാണ് എന്ന് പരസ്യമായി സമ്മതിക്കേണ്ടി വരികയാണ്. അപ്പം അങ്ങനെ സമ്മതിക്കുമ്പോൾ ആരാണ് ഈ യുവതലമുറയെ ഇത്രയും അപകടങ്ങളിലേക്ക് വരുത്തിയത്? ഞങ്ങളെപ്പോലെയുള്ളവരാണോ? എന്നെപ്പോലെ സത്യം വിളിച്ചു പറയുന്നവരാണോ? അതെയോ ഈ സഭയിൽ തന്നെയുള്ളവരാണോ എന്നുകൂടെ പ്രിയപ്പെട്ട ഗുരുജി പരിശോധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഡേവിസ് ചേട്ടൻ കമൻ്റ് ഇട്ടിട്ടുണ്ട്, സാത്താൻ്റെ ജൽപ്പനങ്ങൾ. ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ വേൾഡ് വൈഡ് എന്ന് പറഞ്ഞൊരു ID ഒരുപാട് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. പോപ്പിന് മുകളിൽ അൽമായൻ, ഡസ്റ്റ് ഇൻ. നമ്മളെ പൊടിയാക്കി, കുഴപ്പമില്ല. എന്തായാലും എൻ്റെ പേര് ചേട്ടാ ഡസ്റ്റിൻ എന്നാണ്. അത് ചേട്ടൻ്റെ അറിവിലേക്കൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പോപ്പിന് മുകളിൽ നമ്മളാരും ആരുടെയും മുകളിലല്ല, ദൈവവചനം ആരുടെയും താഴെയുമല്ല എന്നുകൂടെ ചേട്ടനൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നീ അൽമായനല്ലേ, നീ ആരാ പഠിപ്പിക്കാൻ? അത് കറക്റ്റാണ്, ആ കാര്യം കറക്റ്റാണ്. കാരണം നിങ്ങൾ ചിന്തിക്കുന്ന തരത്തിൽ നിങ്ങൾ അടിമകളാണെങ്കിൽ നിങ്ങൾ ആർക്കും പഠിപ്പിക്കാൻ പറ്റത്തില്ല. അതായത് ആത്മായൻ എന്ന വിളി എവിടെ നിന്ന് വന്നു, ഏത് രീതിയാണ് എന്നുകൂടെ ചേട്ടനൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ സ്വയം താങ്കൾ അടിമയാണ് എന്നാണ് പറയുന്നതെങ്കിൽ എനിക്ക് ചേട്ടനെയല്ല ആരെയും പഠിപ്പിക്കാൻ പറ്റത്തില്ല. സത്യത്തിൻ്റെ വചനത്തിന് നിങ്ങൾക്ക് യാതൊരു വിധത്തിലും തുറന്ന് കിട്ടത്തുമില്ല എന്നുള്ളത് കൂടെ നിങ്ങളത് മനസ്സിലാക്കുക. എന്തായാലും യുവ തലമുറകളെ നശിപ്പിക്കുന്ന
അല്ലെങ്കിൽ വിശ്വാസ വ്യതിചലനം നടത്തുന്ന, ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തിയാൽ മതി നീ എല്ലാം ഓക്കെ ആയി എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തലം ഇനിയെങ്കിലും മാറിക്കഴിഞ്ഞാൽ, വിശുദ്ധ ബൈബിളിൽ നിന്നും സത്യം വെളിപ്പെടുത്തുന്ന രീതിയിൽ അവർക്ക് ബോധ്യം കൊടുത്താൽ ഒരുപക്ഷെ പുതിയ തലമുറയെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ നേരത്തെ കണ്ട വീഡിയോ പോലെ എയർഫോഴ്സുകാർക്ക് എഴുതിയ ലേഖനം എന്ന് പറയേണ്ടി വരില്ല. പകരം എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനം എന്ന് കൃത്യമായി ബൈബിളിൽ നിന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്യാൻ പറ്റും. അപ്പം അതിനുവേണ്ടി ഒരു തലമുറയെ നന്നാക്കാൻ, ഒരു തലമുറയെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തെ ആരാധിക്കുന്ന ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കട്ടെ എന്നുകൂടെ പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു.